നമസ്കാരം. ഇന്ത്യയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കാൻ പോകുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്നുള്ളത്. പക്ഷേ അതിനിപ്പോൾ വിലങ്ങുതടിയായി നിൽക്കുന്നത് ഇന്ത്യ ഇതുവരെയായിട്ടും സ്വന്തമായ ഒരു വിമാന എഞ്ചിൻ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ തുടങ്ങിയതാണ് കാവേരി എഞ്ചിൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള പണികൾ. അത് പല കാരണങ്ങൾ കൊണ്ടും ഇതുവരെയും പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും നമ്മളത് വിട്ടിട്ടില്ല. അതിന് ഇപ്പോൾ ചില പുരോഗതികളൊക്കെ വന്നിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 3 രാജ്യങ്ങളാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കുള്ള എഞ്ചിനുമായി മാടി വിളിക്കുന്നത്. ഞങ്ങളടുത്ത് പോരെ, ഞങ്ങൾ നല്ലത് തരാം, അയ്യോ അങ്ങോട്ട് പോകരുത്, ഞങ്ങൾ അതിലും നല്ലത് തരാം എന്നൊക്കെയാണ് ഇപ്പോൾ രാജ്യങ്ങൾ പറയുന്നത്. ഒരു 30 വർഷങ്ങൾക്ക് മുൻപുള്ള ഇന്ത്യയായിരുന്നെങ്കിൽ ഇതുപോലെ ഒരു കാര്യത്തിന് ഏതെങ്കിലും ഒരു രാജ്യത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല, പൊയ്ക്കോ എന്നായിരിക്കും മറുപടി. കാലം ഒരുപാട് മാറി. ഇന്ന് ഇന്ത്യ എല്ലാ രാജ്യങ്ങളുടെയും ഒരു നല്ല മാർക്കറ്റാണ്. ഇന്ന് ഇന്ത്യയെ പിണക്കിക്കൊണ്ട് ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന അവസ്ഥയിലായി. ചൈന പോലും ഒരു പരിധി കഴിഞ്ഞ് നമ്മളെ പ്രകോപിപ്പിക്കാത്തതിനുള്ള കാരണവും ഇതുതന്നെയാണ്. അപ്പോഴും നമ്മളെ പിണക്കാനുള്ള ധൈര്യം പാകിസ്ഥാനും ബംഗ്ലാദേശിനും ഒക്കെ ഉണ്ട്. അവർക്ക് പിന്നെ വ്യാപാരവും കയറ്റുമതിയും ഒന്നുമില്ലല്ലോ, ആകെ ഉള്ളത് നുഴഞ്ഞുകയറ്റമാണ്. അതവർ പരമാവധി ചെയ്യാനും ശ്രമിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായി വന്ന എഞ്ചിനുകളുടെ ഓഫറുകളെക്കുറിച്ചും അതോടൊപ്പം തന്നെ നമ്മുടെ എഞ്ചിന്റെ നിർമ്മാണം ഏതുവരെയായെന്നുമൊക്കെ പരിശോധിക്കാം. ഈ ലോകത്ത് ഏറ്റവും സങ്കീർണമായ ഒന്നിനെ പൊതുവെ പറയുന്നത് റോക്കറ്റ് സയൻസ് എന്നാണ്. എന്നാൽ ആ പ്രയോഗം തെറ്റാണ്. കാരണം ഇതിലും സങ്കീർണമാണ് വിമാനത്തിന്റെ എഞ്ചിന്റെ പ്രവർത്തനം. അതിന്റെ ഫലം തന്നെയാണ് ഇന്ത്യക്ക് സ്വന്തമായി റോക്കറ്റ് എഞ്ചിനുണ്ട്, പക്ഷേ വിമാനത്തിന്റെ എഞ്ചിൻ ഇല്ല. ലോകത്തിലെ റിവേഴ്സ് എഞ്ചിനീയറിംഗിന്റെ തലതൊട്ടപ്പന്മാരായ ചൈനയ്ക്ക് പോലും അമേരിക്കയുടെ എഞ്ചിൻ കിട്ടിയിട്ട് അതിന്റെ സാങ്കേതിക വിദ്യ ഇതുവരെയും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആദ്യകാലത്ത് നമ്മുടെ കാവേരി എഞ്ചിൻ പ്രോജക്റ്റും തേജസിന്റെ പ്രോജക്റ്റും തമ്മിൽ ലിങ്ക് ചെയ്താണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഈ മേഖലയിൽ അത്ര കണ്ട് സാങ്കേതിക വൈദഗ്ധ്യം നേടിയിട്ടില്ലാത്ത രാജ്യമെന്ന നിലയ്ക്ക് നമ്മുടെ പദ്ധതികൾ പരാജയപ്പെടുകയായിരുന്നു. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ പൊക്രാനിൽ നടത്തിയ അണുബോംബ് പരീക്ഷണത്തെ തുടർന്ന് ഉപരോധം നേരിടേണ്ടതായി വന്നു. ഇതേ തുടർന്ന് റാ മെറ്റീരിയൽസിന്റെ സപ്ലൈയിലൊക്കെ വലിയ തടസ്സമാണ് പിന്നീട് ഉണ്ടായത്. പിന്നീട് 2008-ൽ കാവേരി പ്രോജക്റ്റ് തേജസുമായി ഡീലിങ്ക് ചെയ്യുകയാണ് ഉണ്ടായത്. എങ്കിലും കാവേരി ഒരു തനത് പദ്ധതിയായി മുന്നോട്ട് കൊണ്ടുപോയി. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് 81 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് നേടുക എന്നുള്ളതായിരുന്നു. ത്രസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വിമാനത്തിനെ മുമ്പോട്ട് നീക്കാൻ ആവശ്യമായ ഫോഴ്സ് ആണ്. എഞ്ചിന് മിനിമം 81 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ തേജസിൽ ഉപയോഗിക്കാൻ കഴിയൂ. വിമാന എഞ്ചിന്റെ ഒരു അടിസ്ഥാന പ്രവർത്തന തത്വം എന്ന് പറയുന്നത് തന്നെ എയർ വലിച്ചെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ വലിച്ചെടുത്ത എയറിനെ കംപ്രസ് ചെയ്ത് ചൂടാക്കും. അങ്ങനെ 3000 ഡിഗ്രി വരെയൊക്കെ എത്തിയ ശേഷം ജെറ്റ് ഫ്യൂലുമായി മിക്സ് ചെയ്യും. ഈ ഒരു പവറിന്റെ സഹായത്തോടെ ടർബൈൻ കറങ്ങും. ശേഷം ഈ എയറിനെ ശക്തിയായി പുറന്തള്ളും. ആ ഒരു ഫോഴ്സിലാണ് വിമാനം മുന്നോട്ട് പായുന്നത്. വിമാനം ഒരേ സ്പീഡിൽ ലെവൽ ഫ്ലൈറ്റിലാണെന്നുണ്ടെങ്കിൽ ഒരേ രീതിയിലുള്ള ത്രസ്റ്റ് മതിയാകും. എന്നാൽ ടേക്ക് ഓഫും ലാൻഡിംഗ് ഒക്കെ വരുമ്പോൾ ആവശ്യാനുസരണം ത്രസ്റ്റ് കുറയ്ക്കാനും കൂട്ടാനും കഴിയണം. ഇത് വളരെ പെർഫെക്ഷനോടെ ചെയ്തില്ലെങ്കിൽ ഫെയിലിയർ ആണ് ഫലം. നമ്മുടെ തേജസിലേക്ക് 81 കിലോ ന്യൂട്ടൺ ത്രസ്റ്റാണ് ആവശ്യമായി വരിക എന്ന് പറഞ്ഞു. എന്നാൽ നമ്മളിപ്പോൾ 73 കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് വരെ എത്തിച്ചേർന്നിട്ടുണ്ട്. DRDOയുടെ കീഴിൽ വരുന്ന ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് അഥവാ GTREയുടെ മേൽനോട്ടത്തിലാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നടക്കുന്നത്. ഏറ്റവും പുതിയ ഡെവലപ്മെന്റ് അനുസരിച്ച് GTRE ഒരു പുതിയ ആഫ്റ്റർ ബർണർ ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവഴി നമുക്ക് ത്രസ്റ്റ് വർദ്ധിപ്പിക്കാൻ കഴിയും. ഇതൊരു അഡീഷണൽ കമ്പസ്റ്റൻ കമ്പോണന്റ് ആണ്. ഇവിടെ ഈ എക്സോസ്റ്റ് ഗ്യാസിനെ റീഹീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി കുറച്ചധികം ത്രസ്റ്റ് കൂടി നേടിയെടുക്കാൻ കഴിയും. ഇങ്ങനെ പുതിയ ആഫ്റ്റർ ബർണർ വെച്ചുള്ള പരീക്ഷണം നടത്തുന്നതിനായി GTRE ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ഇന്ത്യൻ എയർഫോഴ്സുമായി ചർച്ചകൾ നടത്തി വരികയാണ്. ഇരട്ട എഞ്ചിൻ പ്ലാറ്റ്ഫോമുള്ള MiG-29 ആയിരിക്കും ഈ പരീക്ഷണത്തിനായി ഉപയോഗിക്കുക. പരീക്ഷണം വിജയിച്ചു കഴിഞ്ഞാൽ ഈ എഞ്ചിൻ ആദ്യമായി തേജസിലും ആളില്ലാ യുദ്ധവിമാനമായ ഖദക്കിലുമൊക്കെ ആയിരിക്കും ഉപയോഗിക്കുക. ഇത് നമ്മുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇനിയും കുറെ കടമ്പകൾ കടക്കേണ്ടതായി വരും. കാരണം അതിൻ്റെയൊക്കെ ത്രസ്റ്റ് എന്ന് പറയുന്നത് 110 കിലോ ന്യൂട്ടൺ ആണ്. നമ്മൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഇത് 5.5 ജനറേഷനിൽ പെടുന്നവയാണ്. ഇനി നമ്മുടെ ഈ വിമാനങ്ങൾക്കായി ഓരോ രാജ്യങ്ങളും മുന്നോട്ട് വച്ചിരിക്കുന്ന ഓഫറുകൾ പരിശോധിക്കാം. എപ്പോഴത്തെയും പോലെ തന്നെ റഷ്യയാണ് ഒരു കക്ഷി. ഇവർ പറഞ്ഞിരിക്കുന്നത് 110 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള ഒരു ടർബോഫാൻ എഞ്ചിൻ തരാമെന്നാണ്. ഇതോടൊപ്പം തന്നെ ഇതിന്റെ സാങ്കേതിക വിദ്യയും കൈമാറും. ഇത് നമ്മുടെ തദ്ദേശീയമായ പരീക്ഷണങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടാകും.
റഷ്യയിലെ ODK ക്ലിമോവാണ് ഇത് വികസിപ്പിച്ചെടുക്കുന്നത്. ഇവർ നേരത്തെ വികസിപ്പിച്ചെടുത്ത ക്ലിമോവ് RD-33യുടെ ഒരു പിൻഗാമിയാണ് പുതിയ എഞ്ചിൻ. റഷ്യയുടെ സുഗോയ് 35-ൽ ഉപയോഗിക്കുന്ന AL-41 എഞ്ചിനിൽ നിന്നെടുത്ത ഗ്യാസ് ജനറേറ്ററും AL-51 എഞ്ചിനിലെ ചില കമ്പോണൻസും ചേർത്താണ് പുതിയ എഞ്ചിൻ നിർമ്മിക്കുന്നത്. ഈ എഞ്ചിന് നല്ല പെർഫോമൻസും കുറഞ്ഞ മെയിൻ്റനൻസും ലോങ് ലൈഫുമൊക്കെയാണ് റഷ്യ വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ഈ എഞ്ചിന് ഒറ്റ കുഴപ്പമേ ഉള്ളൂ, ഇതുവരെയായിട്ടും റഷ്യ ഇങ്ങനെ ഒരു എഞ്ചിൻ നിർമ്മിച്ചിട്ടില്ല എന്നുള്ളതാണ് ആ പ്രശ്നം. എന്തിന് ഒരു പ്രോട്ടോടൈപ്പ് പോലും നിർമ്മിച്ചിട്ടില്ല. പിന്നെ ഉള്ളത് ഇങ്ങനെ ഒരു എഞ്ചിൻ്റെ ആശയം റഷ്യയുടെ മനസ്സിൽ ഉണ്ട് എന്ന് മാത്രം. ഈയൊരു ഘടകം ഇന്ത്യ ഗൗരവമായി ചിന്തിക്കും എന്ന് കരുതുന്നു. ഇനി ഫ്രാൻസിൻ്റെ കാര്യമെടുക്കാം. അവരുടെ സഫ്രാൻ കമ്പനിയുടെ എഞ്ചിനാണ് ഓഫർ ചെയ്തിരിക്കുന്നത്. ഇവരും 110 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള എഞ്ചിനാണ് തരാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ 100% സാങ്കേതിക വിദ്യയും കൈമാറ്റം ചെയ്യും. ഒപ്പം തന്നെ ഇന്ത്യക്കാർക്ക് അഡ്വാൻസ്ഡ് മെറ്റലർജിയിൽ ട്രെയിനിങ്ങും കൊടുക്കും. കൂടാതെ ഈ എഞ്ചിൻ ഇന്ത്യയുടെ സ്വന്തം എന്നോണം യാതൊരുവിധ നിയന്ത്രണങ്ങളുമില്ലാതെ ഇന്ത്യക്ക് ഏത് രാജ്യത്തിൽ വേണമെങ്കിലും കയറ്റി അയക്കാം. ഫ്രാൻസിന്റെ അയൽക്കാരനായ ഇംഗ്ലണ്ടാണ് മൂന്നാമൻ. 110 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള റോൾസ് റോയ്സ് എഞ്ചിൻ തരാമെന്നാണ് വാഗ്ദാനം. കൂടാതെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സും തരും. അത് വെച്ച് ലോകത്ത് എവിടെ വേണമെങ്കിലും ഈ എഞ്ചിൻ എക്സ്പോർട്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഓഫറുകൾ. ഇതിൽ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ ശാസ്ത്രജ്ഞരുടെ ഉപദേശത്തോടെ ഭരണകൂടം തീരുമാനിക്കട്ടെ. ജയ് ഹിന്ദ്.